എല്ലാവർക്കും ബിഗ് ബോസ് റിവ്യൂയിലേക്ക് സ്വാഗതം. ഞാൻ അരുണ. റെന ഫാത്തിമയും ആര്യനും തമ്മിലുള്ള വിഷയം ജിസയിലും ആര്യനും സീരിയസ് ആയിട്ട് എടുത്തിരിക്കുകയാണ്. ആര്യൻ എന്നെ കൺഫെഷൻ റൂമിൽ വിളിക്കണമെന്നും എനിക്കിതിൽ പരാതിയുണ്ട്, വീക്കെൻഡ് എപ്പിസോഡിൽ ഇത് ചോദിക്കണമെന്നും പറഞ്ഞ് ബിഗ് ബോസിനോട് പറയുന്നുണ്ടായിരുന്നു. ആര്യന്റെ ഭാഗത്ത് 100% തെറ്റുണ്ട്. റെന ഫാത്തിമയുടെ മേത്ത് കിടക്കാൻ പോകുന്നത് പോലെ ഒരു ഫണ്ണായിട്ടാണ് എന്നുണ്ടെങ്കിലും അങ്ങനെ ഒരു ആക്ട് ചെയ്തത് തെറ്റ് തന്നെയാണ്. റെനയുടെ ഭാഗത്തും തെറ്റില്ലെന്ന് പറയാൻ നമുക്ക് പറ്റത്തില്ല. റെനയുടെ ഭാഗത്തും തെറ്റുണ്ട്. എന്താണെന്ന് വെച്ചാൽ റെന എന്തിനാണ് ആര്യന്റെ ബെഡിൽ പോയി കിടന്നത്? റെന അവിടെ പോയി കിടന്നത് കൊണ്ടാണല്ലോ ആര്യൻ ഈ രീതിയിൽ ബിഹേവ് ചെയ്തു എന്ന് പറയേണ്ടി വരുന്നത്. റെന പേടിച്ചിട്ടാണെന്ന് തോന്നുന്നു ആര്യനെതിരെ കംപ്ലൈന്റ് ചെയ്യുകയോ ആര്യനെ നോമിനേഷൻ ചെയ്യുകയോ ഒന്നും ചെയ്തിട്ടില്ല. വീക്കെൻഡ് എപ്പിസോഡിലെ മസ്താനിയുടെ സംഭവമൊക്കെ ഓർമ്മ വരുന്നത് കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ അതൊക്കെ കണ്ടത് കൊണ്ടായിരിക്കാം അത്തരത്തിൽ റെനയ്ക്ക് ഒരു കംപ്ലൈന്റ് ഇല്ലാത്ത രീതിയിൽ റെന മുന്നോട്ട് പോകുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. ബിഗ് ബോസിൽ വീണ്ടും ഒരു അലിഗേഷൻ വന്നിരിക്കുകയാണ്. ഇവിടെ വിക്ടിം ഷാനവാസ് ആണ്, പ്രതി നെവീനാണ്. ഷാനവാസിന് നെവീനിൽ നിന്നും മോശം അനുഭവം ഉണ്ടായി എന്നാണ് പറയുന്നത്. ആദിലയോട് ഷാനവാസ് നെവിന്റെ ഭാഗത്തു നിന്ന് ഒരു ഡിസ്കംഫർട്ട് ഫീൽ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് ആദില ഇത് പറഞ്ഞ് നെവീനെ നോമിനേറ്റ് ചെയ്യുന്നത്. ഇത് ഷാനവാസിന്റെയും നെവീന്റെയും പേഴ്സണൽ ലൈഫിനെ ബാധിക്കുന്ന ഒരു വിഷയമായതുകൊണ്ടായിരിക്കാം ഇത്രയും നാളും ഈ ഒരു വിഷയത്തെ വലിയ ഇഷ്യൂ ആക്കി എടുക്കാതെ കൊണ്ടുപോയത് എന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഇത്തരത്തിലുള്ള അലിഗേഷൻസ് ഒക്കെ ബിഗ് ബോസ് തെളിയിക്കണം എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ബിഗ് ബോസ് സീസൺ 7 കുൽസിതം മാത്രമാണ് ഇപ്പോൾ ഒരു കണ്ടന്റ് ആയിട്ട് പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നത്. റിവ്യൂ ചെയ്യുന്നതും കുറച്ച് ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമായിട്ട് തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. അടുത്ത വീഡിയോയുമായി വരുന്നത് വരയ്ക്കും എല്ലാവർക്കും ടാറ്റ, ബൈ ബൈ.